പായസം എന്താ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അപ്പോൾ അത് ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങളൊരു 3/4 ലിറ്റർ പാൽ എടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അതൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരു 1/2 ലിറ്റർ ആവുന്നത് വരെ ചെറുതായിട്ടൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഇത് തിളപ്പിച്ച് കുറുക്കുന്നതിന് പകരമായിട്ടാണ് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിന് ആവശ്യത്തിന് ഉള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാനിവിടെ പനനൊങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 6 പനനൊങ്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നൊങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടി പാലെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊരു കറക്റ്റ് അളവാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ 4 വലിയ നൊങ്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത്. ആ ഒരു അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് നമ്മളിതാ ചൂടാറിയിട്ടുള്ള പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാൻ. ചൂടോടെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇത് വെന്ത് പോവും. ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് കിട്ടണം കേട്ടോ. നൊങ്കിൻ്റെ ഒരു റോ ടേസ്റ്റ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 ചെറിയ നൊങ്ക് ഞാനൊന്ന് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് തന്നെ പീസാക്കി എടുക്കാം കേട്ടോ. അത് നമ്മൾ മൂക്കാത്തത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇളയ നൊങ്കൊക്കെ ഉണ്ടാവില്ലേ, കടിക്കാത്ത ആ ഒരു കടിക്കാത്ത നൊങ്ക് വേണം ഇതിലേക്ക് ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പനനൊങ്ക് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടും കഴിക്കാം. ഇനിയിപ്പോൾ തണുപ്പില്ലാതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മളെ ഒരു ഇളനീർ പായസമൊക്കെ കുടിക്കൂലേ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് പനനൊങ്ക് വെച്ചിട്ട് ചെയ്തതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി പനനൊങ്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ സീസൺ ആണെന്ന് തോന്നുന്നു, എല്ലായിടത്തും പനനൊങ്കൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്